നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ടും റെക്കോർഡ് വിജയം കരസ്ഥമാക്കിക്കൊണ്ടുമാണ് ഇത്തവണ തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP അധികാരത്തിൽ വന്നത്. എന്നാൽ പിന്നീട് സത്യപ്രതിജ്ഞ നടത്തിയപ്പോൾ BJPയുടെ 20 കൗൺസിലർമാർ ദൈവങ്ങളുടെ പേരിലും അവരുടെ പാർട്ടി ബലിദാനികളുടെ പേരിലും സത്യപ്രതിജ്ഞ നടത്തിയത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ടായിരുന്നു. അന്ന് അത് കേസാവുകയും കോടതിയിൽ കേസ് നടക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഹൈക്കോടതിയാണ് അതിൽ തീരുമാനമെടുത്തിരിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ദൈവങ്ങളുടെ പേരിലെ സത്യപ്രതിജ്ഞ അസാധുവെന്ന് ചൂണ്ടിക്കാട്ടി കോടതി 20 കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞയാണ് ഇപ്പോൾ അസാധുവെന്ന് വ്യക്തമാക്കിയ കോടതി അംഗങ്ങൾ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യണമെന്നും ചൂണ്ടിക്കാട്ടി. 4 ആഴ്ചയ്ക്കകം, അതായത് ഏകദേശം 1 മാസത്തിനുള്ളിൽ സത്യപ്രതിജ്ഞ ചെയ്യാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. CPM കൗൺസിലർ SP ദീപക് നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ വിധി വന്നിരിക്കുന്നത്. CPM കൗൺസിലറായ SP ദീപക് ഈ വിഷയത്തിൽ തുടക്കം മുതൽ തന്നെ വിമർശനം ഉന്നയിച്ചിരുന്ന ആളായിരുന്നു. പിന്നീടാണ് കോടതിയെ സമീപിച്ചത്. ഭരണഘടനാ ചട്ടങ്ങൾ അനുസരിച്ച് അംഗങ്ങളെ അയോഗ്യരാക്കണമെന്നായിരുന്നു ആവശ്യം. എന്നാൽ ഹൈക്കോടതി സത്യപ്രതിജ്ഞ അസാധുവാക്കി വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആൾദൈവങ്ങളുടെയും ബലിദാനികളുടെയും പേരിൽ നടത്തിയ സത്യപ്രതിജ്ഞ ഭരണഘടനാ ലംഘനമാണ് നടന്നതെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. 2025 ഡിസംബർ 1 സത്യപ്രതിജ്ഞ കോർപ്പറേഷനിൽ നടന്നത്. നേരത്തെ തന്നെ സത്യപ്രതിജ്ഞ ചടങ്ങിനെതിരെ LDF രംഗത്ത് വന്നിരുന്നു. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി ഗൗരവത്തിലെടുത്തിരുന്നില്ല. നിയമം അനുസരിച്ച് ദൈവനാമത്തിലെ അല്ലെങ്കിൽ സഗൗരവമായോ സത്യപ്രതിജ്ഞ ചെയ്യാനാകും. എന്നാൽ ഇഷ്ടപ്പെട്ട പ്രത്യേക ദൈവങ്ങളുടെയോ ബലിദാനികളുടെയോ പേരിൽ സത്യപ്രതിജ്ഞ എടുക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് ഇടതുപക്ഷം വാദിക്കുകയായിരുന്നു. ഇതാണിപ്പോൾ കോടതി അംഗീകരിച്ചിരിക്കുന്നത്. കൗൺസിലർമാർ അയ്യപ്പസ്വാമി, ആറ്റുകാലമ്മ, പത്മനാഭസ്വാമി, ഭാരതാംബ, ബലിദാനി എന്നിവയുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തവർക്കാണ് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വരിക. ഇത് കേരള മുനിസിപ്പാലിറ്റി നിയമമാണ്. 1994 ലംഘനമാണ്. ഇതനുസരിച്ച് ദൈവനാമത്തിലോ സഗൗരവമോ ആവണം സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത്. എന്നാൽ BJP കൗൺസിലർമാർ ഗുരുദേവ നാമത്തിൽ, ഉദിയന്നൂർ ദേവിയുടെ നാമത്തിൽ, കാവിലമ്മയുടെ നാമത്തിൽ, ഭഗവത് നാമത്തിൽ, ശ്രീ പത്മനാഭസ്വാമിയുടെ നാമത്തിൽ, ഭാരതാംബയുടെ നാമത്തിൽ, എന്റെ പ്രസ്ഥാനത്തിലെ ബലിദാനികളുടെ പേരിൽ, ഭാരതമാതാവിന്റെ നാമത്തിൽ, തിരുവല്ലം പരശുരാമന്റെ നാമത്തിൽ, ആറ്റുകാൽ അമ്മയുടെ നാമത്തിൽ, ശ്രീ ഇരുകുളങ്ങര ദുർഗാ ഭഗവതിയുടെ നാമത്തിൽ, പത്മനാഭന്റെയും ശ്രീ മഹാവിഷ്ണുവിന്റെയും നാമത്തിൽ, ശ്രീകണ്ഠേശ്വരനായി അമ്മയ്യപ്പൻ നാമത്തിൽ, അയ്യപ്പ നാമത്തിൽ, കാര്യവട്ടം ശ്രീ ധർമ്മശാസ്താവിന്റെ നാമത്തിൽ എന്നിങ്ങനെ പല ദൈവങ്ങളുടെ പേരിലാണ് സത്യപ്രതിജ്ഞ ചെയ്തതെന്നും ഹർജിയിൽ SP ദീപക് ചൂണ്ടിക്കാട്ടിയിരുന്നു. ഹർജി പരിഗണിച്ച കോടതി ദൈവം പലർക്കും പലതായിരിക്കും എന്ന് അഭിപ്രായപ്പെട്ടു. ഒരാളുടെ ദൈവം ചിലപ്പോൾ ജീവിച്ചിരിക്കുന്ന ആളാവാം, ആൾ ദൈവമാകാം. അത് ഓരോരുത്തരുടെയും അവകാശമാണ്. എന്നാൽ ഒരാൾ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ സാധിക്കുമോ എന്നത് പരിശോധിക്കേണ്ട കാര്യമാണെന്നും അതിനാൽ ഹർജി ഫയലിൽ സ്വീകരിക്കുന്നുവെന്നായിരുന്നു കോടതി വ്യക്തമാക്കിയിരുന്നത്. നഗരസഭയിലെ BJP കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ റദ്ദാക്കിയ ഹൈക്കോടതി നടപടി തിരിച്ചടിയല്ലെന്നാണ് ഇതിനുശേഷം മേയർ VV രാജേഷ് പ്രതികരിച്ചത്. നേരത്തെയും സമാനമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മറ്റു പല ദൈവങ്ങളുടെ പേരിലും പലരും സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ പരാതിയുമായി പോയിട്ടില്ലെന്ന് മേയർ പറഞ്ഞു. അടുത്ത സത്യപ്രതിജ്ഞ എപ്പോൾ നടത്താനും സജ്ജമാണെന്നും അദ്ദേഹം സംസാരിക്കവേ കൂട്ടിച്ചേർത്തു. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഹൈക്കോടതിയിൽ നിന്നും തിരിച്ചടിയല്ല, കോടതി ഒരു നിരീക്ഷണം നടത്തി വിധി പറഞ്ഞിരിക്കുന്നു. വിധി കൗൺസിലർമാർ അനുസരിക്കും. മുമ്പ് പലരും ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ പരാതിയുമായി പോയിട്ടില്ല. കോടതി വിധികളെ എപ്പോഴും അനുസരിക്കുന്നവരാണ് ഞങ്ങൾ. അതിന് മാനസികമായി തയ്യാറെടുത്തിട്ടുണ്ട്. പരാതി നൽകിയവർ മറ്റു പലതും കേട്ടിട്ടില്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതി 24 മണിക്കൂറിനകം സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന് പറഞ്ഞാലും ഞങ്ങൾ അനുസരിക്കും. ഭരണസമിതി കൂടുതൽ കരുത്തോടെ മുൻപോട്ട് പോകും. ഇത് ഒരു അനുഭവ സമ്പത്താണ് എന്നാണ് VV രാജേഷ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഹൈക്കോടതിയുടെ വിധിയെ പൂർണ്ണമായും, കോടതി അതിന് എന്ത് വിധി പറഞ്ഞാലും അതിനെ പൂർണ്ണ മനസ്സോടുകൂടി തന്നെ അതിനനുസരിക്കുമെന്ന് തന്നെയാണ് മേയർ ഈ വിഷയത്തിൽ പറഞ്ഞിരിക്കുന്നത്. വധശ്രമ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട കൗൺസിലർ സുഗതന്റെ സത്യപ്രതിജ്ഞയടക്കം നടക്കുമെന്നും രാജേഷ് കൂട്ടിച്ചേർത്തു. 4 ആഴ്ച സമയമുണ്ട്. കൗൺസിലർമാർ അയോഗ്യരാണെന്ന് വിധിയിലില്ല. സത്യപ്രതിജ്ഞ വീണ്ടും നടത്തണമെന്ന് മാത്രമാണുള്ളത്. 29 കൗൺസിൽ യോഗം ചേരും. മറ്റു ചിലർ കൂടി പല ദൈവങ്ങളുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. ഈ വിധി 101 പേർക്കും ബാധകമാണ്. അവരുടെ കാര്യത്തിൽ കൂടി നിയമവശം പരിശോധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മതനിരപേക്ഷതയെ ഉയർത്തിപ്പിടിക്കുകയാണ് കൗൺസിലർമാർ ചെയ്യേണ്ടതെന്നും അന്ന് അതല്ല നടന്നതെന്നും പരാതി നൽകിയ CPI
നേതാവ് SP ദീപക് പറഞ്ഞു. ഇത് നിയമലംഘനമാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. RSSന്റെ നേതൃത്വത്തിൽ ഗണഗീതം പാടിക്കൊണ്ടാണ് അന്ന് സത്യപ്രതിജ്ഞ ചടങ്ങ് നടന്നത്. മതവും വിശ്വാസവും ഓരോരുത്തരുടെയും സ്വകാര്യതയാണ്. പക്ഷെ അത് മാറ്റിവെച്ചുകൊണ്ട് ജാതിയും മതവും രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിച്ചു. 20 ദൈവങ്ങളെ പറഞ്ഞായിരുന്നു സത്യപ്രതിജ്ഞ. ഇത് നിയമലംഘനമാണ്. മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുകയാണ് കൗൺസിലർമാർ ചെയ്യേണ്ടത്. അത് തുടക്കത്തിൽ തന്നെ ലംഘിച്ചു. കഴിഞ്ഞ 6 മാസമായി RSSന്റെ ഒരു കാര്യാലയമായാണ് നഗരസഭയുടെ ഓഫീസ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുകൂടി SP ദീപക് ആവർത്തിച്ചിട്ടുണ്ട്. ഏതായാലും കൃത്യമായിട്ട് ഇതിനിപ്പോൾ ഹൈക്കോടതി വിധി വന്നിരിക്കുകയാണ്. പകർപ്പ് കയ്യിൽ ലഭിക്കട്ടെ എന്നാണ് മേയറായിട്ടുള്ള VV രാജേഷ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല കോടതിയുടെ വിധിയെ സ്വീകരിക്കുന്നതായിട്ടും 24 മണിക്കൂറിനുള്ളിൽ കോടതി സത്യപ്രതിജ്ഞ നടത്തണമെന്ന് പറഞ്ഞാൽ അതിനും തങ്ങൾ തയ്യാറാണെന്നാണ് മേയർ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഏറ്റവും അടുത്ത ദിവസം തന്നെ കൗൺസിലർമാരുടെ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. 4 ആഴ്ച സമയമാണ് കോടതി നൽകിയിരിക്കുന്നത്. അതിനുള്ളിൽ വീണ്ടും ഈ പറയുന്ന 20 കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ വീണ്ടും തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടക്കും.